ഹായ് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു കുക്കിംഗ് വീഡിയോയാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും. കൂടാതെ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന കുക്കിംഗ് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. അന്നേരം അപ്പം വീഡിയോ നല്ലൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ബാക്കി വന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി നീളത്തിൽ മുറിച്ചെടുക്കണം. ഇതുപോലെ നീളത്തിൽ. നമുക്ക് കൈകൊണ്ട് വശമില്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് മുറിക്കാവുന്നതാണ്. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം അതേപോലെ അരിഞ്ഞെടുക്കാം. സവോള നമുക്ക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു കഷ്ണത്തിലാണ് നമുക്ക് രീതിയിലാണ് അരിയേണ്ടത്. തക്കാളി ഇനി ചെറിയ കഷ്ണമാക്കി മുറിക്കാം. സവോള അരിഞ്ഞ പോലെ തന്നെ ആ ഒരു വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരു ക്യാപ്സിക്കം കൂടി നമുക്ക് അരിഞ്ഞു ചേർക്കാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലെ ഈ അരി നമ്മൾ കളയുകയാണ്. ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. സ്വല്പം വലിയൊരു പാത്രം തന്നെ വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേ പാത്രം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക.
ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചേർത്തിട്ട് പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. നമ്മൾ ആദ്യം തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി നന്നായി വാടി വരണം. തക്കാളി ഒരു വിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 2 സവോള എടുത്തിരിക്കുന്നത്, അതേപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും. ഇതും കൂടെ നന്നായി വഴറ്റാം. സവോളയും ക്യാപ്സിക്കം നല്ല വഴറ്റുന്നു വരേണ്ട ആവശ്യമില്ല, അത് ചെറുതായി നമുക്കിങ്ങനെ കടിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ്, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. നന്നായി യോജിപ്പിക്കുക. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇവിടെ സ്വല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചപ്പാത്തി തിരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. മല്ലിയിലൊക്കെ ഓപ്ഷനാണ്, നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയ ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.